ഹായ്, ബൊനാൻസ ഇംഗ്ലീഷ് അക്കാദമിയുടെ ഇനി നിങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കൊരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മലയാളത്തിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട് ഒരു പക്ഷേ. അവൾ ഒരു പക്ഷേ വരാം, അവൾ ഒരു പക്ഷേ സുന്ദരിയാകാം, പോലീസ് ഒരു പക്ഷേ അവനെ തല്ലിപ്പഞ്ഞിക്കിടാം, നിങ്ങൾ ഒരു പക്ഷേ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പാം, അവർ ഒരു പക്ഷേ തോറ്റു തുന്നം പാടാം. ഇതൊക്കെ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാം? അവൻ ഒരു പക്ഷേ ഇന്ന് വരാം. അപ്പോൾ ഒരു പക്ഷേക്ക് മേയാണ് ഉപയോഗിക്കുക, MAY, മേ. ഹി മേ കം ടുഡേ, അവൻ ഒരു പക്ഷേ ഇന്ന് വരാം. ഒരു പക്ഷേ, നമുക്ക് ഉറപ്പൊന്നുമില്ല. ഹി മേ കം ടുഡേ, അവനൊരു പക്ഷേ ഇന്ന് വരാം. ഹി മേ ഗെറ്റ് ദാറ്റ് ജോബ്, അവനൊരു പക്ഷേ ആ ജോലി കിട്ടിയേക്കാം. ഹി മേ ഗെറ്റ് ദാറ്റ് ജോബ്. ഹി മേ ഗിവ് ഹെർ എ കൗസി നോട്ട്. COSY കൗസി എന്ന് വെച്ചാൽ സന്തോഷകരമായ, ഹാപ്പിയുടെ മറ്റൊരു രൂപമാണ് കൗസി. ഹി മേ ഗിവ് ഹെർ, അവനൊരു പക്ഷേ അവൾക്ക് കൊടുക്കാം. എന്ത്? എ കൗസി നോട്ട്, സന്തോഷകരമായ ഒരു വിവാഹ ജീവിതം അവനൊരു പക്ഷേ അവൾക്ക് കൊടുക്കാം, ഉറപ്പൊന്നുമില്ല. ഷീ മേ ഗിവ് ഹിം സ്വീറ്റ്സ്, അവൾ ഒരു പക്ഷേ അവന് മധുരപലഹാരങ്ങൾ കൊടുക്കാം. ഷീ മേ ഗിവ് ഹിം സ്വീറ്റ്സ്, അവൾ ഒരു പക്ഷേ അവന് മധുരപലഹാരങ്ങൾ കൊടുക്കാം. ഷീ മേ ഗോ എ ലിറ്റിൽ ഏർലി, അവൾ ഒരു പക്ഷേ ഒരൽപ്പം നേരത്തെ പോകാം. എ ലിറ്റിൽ മീൻസ് ഒരൽപ്പം, കുറച്ച്. ഷീ മേ ഗോ എ ലിറ്റിൽ ഏർലി, അവൾ ഒരു പക്ഷേ ഒരൽപ്പം നേരത്തെ പോകാം. ഹി മേ കം ടുഡേ, അവൻ ഒരു പക്ഷേ ഇന്ന് വരാം. ഹി മേ ഗെറ്റ് ദാറ്റ് ജോബ്, അവനൊരു പക്ഷേ ആ ജോലി ലഭിച്ചേക്കാം. ഹി മേ ഗിവ് ഹെർ എ കൗസി നോട്ട്, അവനൊരു പക്ഷേ അവൾക്ക് സന്തോഷകരമായ വിവാഹ ജീവിതം കൊടുക്കാം. ഷീ മേ ഗിവ് ഹിം സ്വീറ്റ്സ്, അവൾ ഒരു പക്ഷേ അവന് മധുരപലഹാരങ്ങൾ കൊടുക്കാം. ഷീ മേ ഗോ എ ലിറ്റിൽ ഏർലി, അവളൊരു പക്ഷേ ഒരൽപ്പം നേരത്തെ പോകാം. നിങ്ങൾ തല്ലിപ്പഞ്ഞിക്കിടുക എന്ന് കേട്ടിട്ടുണ്ടോ? തല്ലിപ്പഞ്ഞിക്കിടുക. ദ പോലീസ് മേ ഡസ്റ്റ് ഹിം ദ ജാക്കറ്റ്. ഡസ്റ്റ് ദ ജാക്കറ്റ്, തല്ലിപ്പഞ്ഞിക്കിടുക എന്നർത്ഥം. ദ പോലീസ് മേ ഡസ്റ്റ് ഹിം ദി ജാക്കറ്റ്, പോലീസ് ഒരു പക്ഷേ അവനെ തല്ലി പഞ്ഞിക്ക് ഇടാം. ദ പോലീസ് മേ ഡസ്റ്റ് ഹിം ദ ജാക്കറ്റ്, പോലീസ് ഒരു പക്ഷേ അവനെ തല്ലി പഞ്ഞിക്ക് ഇടാം. ദേ മേ റീച്ച് ദർ അഹെഡ് ഓഫ് ടൈം, അവർ ഒരു പക്ഷേ ഉദ്ദേശിച്ചതിലും നേരത്തെ എത്താം. ദേ മേ റീച്ച് ദർ അഹെഡ് ഓഫ് ടൈം, അവർ ഉദ്ദേശിച്ചതിലും നേരത്തെ എത്താം. യു മേ കിസ് ദ ഡസ്റ്റ് വെൻ യു ഹിയർ ദാറ്റ്, നീ അത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പാം. കിസ് ദ ഡസ്റ്റ് മീൻസ് ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പുക. യു മേ കിസ് ദ ഡസ്റ്റ് വെൻ യു ഹിയർ ദാറ്റ്, നീ അത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പാം. യു മേ കിസ് ദ ഡസ്റ്റ് വെൻ യു ഹിയർ ദാറ്റ്. ബീയിങ് ടയേർഡ്, ക്ഷീണിതരായതിനാൽ. വി മേ ലിക്ക് ദ ഡസ്റ്റ്, ക്ഷീണിതരായതിനാൽ നമ്മൾ ഒരു പക്ഷേ തോറ്റു തുന്നം പാടാം. ഉറപ്പുണ്ടോ? ക്ഷീണത്തിൽ കളിക്കാൻ പോയാൽ ജയിക്കുമോ? ഇല്ല. ബീയിങ് മീൻസ് ആയതിനാൽ. ബീയിങ് ടയേർഡ് വി മേ ലിക്ക് ദ ഡസ്റ്റ്, നമ്മളൊരു പക്ഷേ തോറ്റ് തുന്നം പാടാം. ദ പോലീസ് മേ ഡസ്റ്റ് ഹിം ദ ജാക്കറ്റ്, പോലീസ് ഒരു പക്ഷേ അവനെ തല്ലിപ്പഞ്ഞിക്കിടാം. ദേ മേ റീച്ച് ദർ അഹെഡ് ഓഫ് ടൈം, അവരൊരു പക്ഷേ ഉദ്ദേശിച്ചാലും നേരത്തെ എത്താം. യു മേ കിസ് ദ ഡസ്റ്റ് വെൻ യു ഹിയർ ദാറ്റ്, നീ അത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പാം. ബീയിങ് ടയേർഡ് വി മേ ലിക്ക് ദ ഡസ്റ്റ്, നമ്മൾ ക്ഷീണിതരായതിനാൽ ഒരു പക്ഷേ തോറ്റ് തുന്നം പാടാം. ഒരു പക്ഷേ ആകാം എന്ന് വിശേഷണം വരുമ്പോൾ നമ്മൾ എന്ത് ചേർക്കണം? ബി ചേർക്കണം മേയുടെ കൂടെ. അപ്പം ഷീ മേ ബി എ ബെൽ, അവൾ ഒരു പക്ഷേ ഒരു സുന്ദരിക്കോത ആകാം, നല്ല സൗന്ദര്യവതി ആകാം. ഷീ മേ ബി എ ബെൽ, അവൾ ഒരു പക്ഷേ ഒരു സുന്ദരിക്കോത അല്ലെങ്കിൽ സൗന്ദര്യവതി
ആകാം. ഷീ മേ ബി ആൻ ഊഫ് ബേർഡ്. അവൾ ഒരു പക്ഷേ ഭയങ്കര പണക്കാരിയാകാം. റിച്ചിൻ്റെ മറ്റൊരു വാക്കാണ് ഊഫ് ബേർഡ്. ഷീ മേ ബി ആൻ ഊഫ് ബേർഡ്. അവൾ ഒരു പക്ഷേ ഭയങ്കര പണക്കാരി ആകാം. ഹീ മേ ബി എ യുനാനിമസ് ലീഡർ. ഇവിടെ യു വന്നപ്പോൾ എ ആണ് ഞാൻ എഴുതിയത്. എന്താ കാരണം? യുനാനിന്ന് അല്ലാണ്ട് ഊ അല്ല ഉച്ചരിക്കുന്നത്, യുനാനിമസ് ലീഡറാണ് കേട്ടോ. ഹി മേ ബി എ യുനാനിമസ് ലീഡർ. അവൻ ഒരു പക്ഷേ സർവസമ്മതൻ ആകാം. ഹി മേ ബി എ യുനാനിമസ് ലീഡർ. അവനൊരു പക്ഷേ സർവസമ്മതൻ, എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ലീഡർ ആകാം. ഹി മേ ബി എ ഫിലാന്ത്രോപ്പിസ്റ്റ്. അവൻ ഒരു പക്ഷേ മനുഷ്യസ്നേഹിയാകാം. ഒരുപാട് ആൾക്കാരുണ്ട് മനുഷ്യസ്നേഹം ചെയ്യുന്നത്, പരസ്യമായിട്ടും പരസ്യമല്ലാതെയായിട്ടും കൊടുക്കാണ്ടൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ പല വിധത്തിലാവാം മനുഷ്യസ്നേഹം. ഹി മേ ബി എ ഫിലാന്ത്രോപ്പിസ്റ്റ്. അവനൊരു പക്ഷേ മനുഷ്യസ്നേഹി ആകാം. ദേ മേ ബി സെനോഫൈൽ. അവരൊരു പക്ഷേ എന്തായിരിക്കാം? വിദേശികളെ ഇഷ്ടപ്പെടുന്നവർ ആകാം. ദേ മേ ബി സെനോഫൈൽ. സെനോഫൈൽ മീൻസ് വിദേശികളെ ഇഷ്ടപ്പെടുന്നവർ. ദേ മേ ബി സെനോഫൈൽ. ഇറ്റ് മേ ബി റെയിനി ഡേ. ഇന്നൊരു പക്ഷേ മഴ ദിവസം ആകാം. ഇറ്റ് മേ ബി റെയിനി ഡേ. ഇന്നൊരു പക്ഷേ മഴ ദിവസം ആകാം. ഷീ മേ ബി എ ബെൽ. അവിടെ ഒരു പക്ഷേ സുന്ദരിക്കോതയാകാം. ഷീ മേ ബി എ നൂഫ് ബേർഡ്. അവളൊരു പക്ഷേ ഭയങ്കര പണക്കാരിയാകാം. ഹി മേ ബി എ യുനാനിമസ് ലീഡർ. അവനൊരു പക്ഷേ സർവസമ്മതനായ നേതാവാകാം. ഹി മേ ബി എ ഫിലാന്ത്രോപ്പിസ്റ്റ്. അവനൊരു പക്ഷേ മനുഷ്യസ്നേഹിയാകാം. ദേ മേ ബി സെനോഫൈൽ. അവർ ഒരു പക്ഷേ വിദേശികളെ ഇഷ്ടപ്പെടുന്നവർ ആകാം. ഇറ്റ് മേ ബി റെയിനി ഡേ. ഇന്നൊരു പക്ഷേ മഴ ദിവസം ആകാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരിക. നിങ്ങൾ ആദ്യമായി കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ മറ്റൊരു പ്രയോഗവുമായി കാണുന്നതുവരെ ബൈ.